Welcome back, all of you, to a new area in marketing management, that is pricing. Today, we are going to discuss about the initial or introductory area of product pricing activity. നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു സാധനം നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എമൗണ്ട് ആ ഷോപ്പ് ഓണർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ആ എമൗണ്ടിനെ ആണ് നമ്മൾ സാധാരണഗതിയിൽ എന്ന് പറയുന്നത് ആ സാധനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. That means the price is the value that is required to purchase a specific quantity of good or service. From this explanation, it is clear that it is the reward that the firm get for the activity that they carried out for developing and distributing that particular product. പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ഒരു ഫാക്ടർ ആണ്. കാരണം ഒരു പ്രോഡക്റ്റിന്റെ സെയിൽസ് വോള്യത്തെയും ആ പ്രോഡക്റ്റ് വിൽക്കുന്നതായ കമ്പനിയുടെ പ്രോഫിറ്റിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നതായ ആ ഒരു ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൈസിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ സിമ്പിൾ ടേംസ് we can say that pricing is the process of determining the reward for a company in exchange of its product. So, ഇവിടെ പ്രൈസിങ്ങിനകത്ത് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്തായിരിക്കും എന്ന് ഫിക്സ് ചെയ്യുന്ന, അതായത് സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും എന്ന് ഫിക്സ് ചെയ്യുന്നതിനകത്ത് വരുന്നതായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. Now we are looking to the objectives of pricing. ഒരു ഓർഗനൈസേഷൻ തങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ അത് പല ഫാക്ടേഴ്സിനെ എയിം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രൈസിങ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്ത് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. അതെന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു ഫേം സാധാരണഗതിയിൽ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമൈസ് ലോങ് ടേം പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോഫിറ്റ് ലോങ് റണ്ണിൽ മാക്സിമൈസ് ചെയ്യുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസ് ഷോർട്ട് ടൈം പ്രോഫിറ്റ്. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലും കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്ത് നിർത്തുക. ഈ രണ്ട് ഒബ്ജക്റ്റീവുകളും പ്രൈസിങ്ങിനകത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കമ്പനി ദീർഘനാളത്തേക്ക് ഫംഗ്ഷൻ ചെയ്യുകയും കമ്പനിയുടെ ലോങ് ടൈം പ്രോഫിറ്റ് മാക്സിമം ലെവലിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതോടൊപ്പം തന്നെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കമ്പനിക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രൈസിങ്ങിനകത്ത് കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നതായ ഒബ്ജക്റ്റീവ്. ഈ രണ്ട് ഒബ്ജക്റ്റീവുകളും ഒരേ സമയം കമ്പനികൾ അറ്റൈൻ ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ് നമുക്ക് മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിൽ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായ ആദ്യ കാലങ്ങളിൽ തന്നെ ആ മൊബൈൽ ഫോണിന് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുകയും ആ ഹൈ പ്രൈസിൽ നിന്ന് ഷോർട്ട് ടേമിൽ ഹൈ
പ്രോഫിറ്റ് കമ്പനികൾ അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യപ്പെടില്ല എന്ന് വരുന്നതായ ഒരു കാലഘട്ടമാകുമ്പോൾ കമ്പനികൾ തങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കുന്നു. പ്രൈസ് കുറച്ച് വീണ്ടും ആ പ്രോഡക്റ്റിന്റെ സെയിൽ കണ്ടിന്യൂ ചെയ്യിക്കുന്നു മാർക്കറ്റിൽ. അങ്ങനെ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലത്തേക്കിന് കമ്പനി ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ ചെയ്യുകയും അതിൽ നിന്ന് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നു. സോ ഇവിടെ ഷോർട്ട് ടൈമിലും അതുപോലെ തന്നെ ലോങ് ടൈമിലും കമ്പനി എന്ത് ചെയ്യുന്നു? മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യിക്കുന്നു. സോ ഈ രണ്ട് ഒബ്ജക്റ്റീവുകളും കമ്പനി ഒരേപോലെ തങ്ങളുടെ പ്രൈസിംഗ് സ്ട്രാറ്റജിയിലൂടെ അറ്റൈൻ ചെയ്യും. Then the third objective of pricing is increase the volume of sales. കമ്പനിയുടെ സെയിൽസ് വോളിയം കൂട്ടുക എന്നുള്ളതാണ് കമ്പനി പ്രൈസിംഗിനകത്ത് ഫോക്കസ് ചെയ്യുന്നതായ തേർഡ് ഒബ്ജക്റ്റീവ്. Then the fourth objective is increase the market share of the company. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ മീൻസ് നോട്ട് ഇക്വിറ്റി ഷെയർ വാല്യൂ, അതായത് ഒരു കമ്പനിയുടെ പ്രസൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? മാർക്കറ്റ് ഷെയർ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മാസം കേരള മാർക്കറ്റിൽ ടോട്ടൽ കറി പൗഡർ മാനുഫാക്ചറിംഗ് ഫേംസ് എല്ലാം കൂടി ഏകദേശം 10,000 ടൺ കറി പൗഡേഴ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 3,000 ടൺ ഓഫ് കറി പൗഡേഴ്സ് ഈസ്റ്റേന്റെ ആണെങ്കിൽ ഈസ്റ്റേന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 30% ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 2,000 ടൺ കറി പൗഡേഴ്സ് കിച്ചൺ ട്രഷേഴ്സിന്റെ ആണെങ്കിൽ കിച്ചൺ ട്രഷേഴ്സിന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 20% ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഒരു കമ്പനിക്ക് ടോട്ടൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതായ സെയിൽസിനകത്ത് എത്ര പെർസെന്റേജ് ഓഫ് സെയിൽസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. Then the fifth objective of pricing is prevent the entry of new firms in the market. പുതിയതായ ബിസിനസ് ഫോമുകൾ ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലേക്ക് പ്രോഡക്റ്റുമായിട്ട് വരാതെ തടയുക എന്നുള്ളതും പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കമ്പനീസ് ഫോക്കസ് ചെയ്യുന്നതായ ഒരു ഫാക്ടർ ആണ്. കാരണം പുതിയ കമ്പനികൾ ആ പർട്ടിക്കുലർ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവര് ഈ കമ്പനിക്ക് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കമ്പനികൾക്ക് പുതിയ കമ്പനികൾക്ക് മാർക്കറ്റിലേക്ക് വരാതിരിക്കുന്ന രീതിയിൽ, അവർക്ക് വന്നാൽ തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകത്തില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതും കമ്പനികളുടെ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് ആണ്. Then the sixth objective is fighting against competition. കോമ്പറ്റീറ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്ത് തങ്ങളുടെ പ്രോഡക്റ്റിന് ശക്തമായ ഒരു മാർക്കറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും പ്രൈസിംഗിനകത്ത് കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നതായ ഒരു കാര്യം ആണ്. അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പല കമ്പനികളും പല പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോകളിൽ വളരെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യാം. Then the seventh objective is uplift the image of the firm in the market. ആ പർട്ടിക്കുലർ കമ്പനിയുടെ മാർക്കറ്റിലെ ഇമേജ്, ഒരു ബെറ്റർ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും പ്രൈസിംഗിലൂടെ കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നതായ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. Then the next one എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ്. പ്രൈസിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഓക്കെ, പ്രൈസിംഗിന്റെ ഇമ്പോർട്ടൻസിനകത്ത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഓക്കെ, അതായത്
വളരെ ഫ്ലെക്സിബിൾ ആണ് പ്രൈസിംഗ് എന്ന് പറയുന്നത് മറ്റ് മാർക്കറ്റിംഗ് മിക്സ് എലിമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ. അതായത് പ്രോഡക്റ്റിനകത്ത് മാർക്കറ്റിംഗ് മിക്സ് എലിമെന്റ്സിനകത്ത് 4 എലിമെന്റ്സ് ആണ് വരുന്നത്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. പ്രോഡക്റ്റിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിക്വയർഡ് ലോട്ട് ഓഫ് എഫേർട്ട്, ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എക്സെട്ര എക്സെട്ര. സോ പ്രോഡക്റ്റിന്റെ ഡിസൈൻ മാറ്റാനായിട്ടോ ഫീച്ചേഴ്സ് മാറ്റാനായിട്ടോ ഒന്നും അത്ര ഈസി അല്ല. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ, പ്ലേസ് എന്ന് പറയുന്നതായ പോയിന്റിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിനകത്ത് മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഈസി. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ, പേഴ്സണൽ സെല്ലിംഗ് ആക്ടിവിറ്റി, അതിന്റെ സ്ട്രാറ്റജീസ് ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിക്വയർഡ് ലോട്ട് ഓഫ് ഇൻവോൾവ്മെന്റ് ആൻഡ് ലോട്ട് ഓഫ് ട്രെയിനിങ് എക്സെട്ര എക്സെട്ര. എന്നാൽ പ്രൈസിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നതായ കാര്യം ആണ്. ഓക്കെ, ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല എന്ന് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കാം. ഡിമാൻഡ് കൂടിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് നമുക്ക് കൂട്ടുകയും ചെയ്യാം. സോ മാർക്കറ്റ് സിറ്റുവേഷനിലെ റെസ്പോൺസുകൾക്കനുസരിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ഒരു ഏരിയ ആണ് എന്ത് എന്ന് പറയുന്നത്, പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. Then the second importance of pricing is creating impression. അതായത് പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തിലൂടെ സാധിക്കുന്നു? പ്രൈസിംഗിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ളതായ ഒരു പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടാകും, ഇറ്റ്സ് എ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ കേസ് ഓഫ് ആപ്പിൾ മൊബൈൽ ഫോൺസ്. ആപ്പിൾ എന്ന് പറയുന്നതായ ബ്രാൻഡിന്റെ മൊബൈൽ ഫോൺസിന് കമ്പാരിറ്റീവ്ലി ഹൈ പ്രൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് എന്ന്. ഇറ്റ്സ് റിയലി യൂസ്ഡ് ബൈ CBSE schools. Most probably ഹൈ ഫീ ചാർജ് ചെയ്യുന്നതായ CBSE സ്കൂളുകളുടെ ക്വാളിറ്റി നല്ലതായിരിക്കും എന്നുള്ളതായ ഒരു കൺസെപ്റ്റ് ആരിലുണ്ട്? പേരൻസിൽ ഉണ്ട്. ഓക്കെ, സോ പ്രൈസിങ് അവിടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഒരു നോർമൽ പ്രൈസ് ആണ് പ്രോഡക്റ്റിന് ചാർജ് ചെയ്യുന്നതെങ്കിൽ അതും ഒരു ഇംപ്രഷൻ കൺസ്യൂമേഴ്സിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനും ക്വാളിറ്റിക്കും അനുസരിച്ചാണ്. അതായത് ഒരു റീസണബിൾ പ്രൈസ് മാത്രം ചാർജ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് എന്നുള്ളതായ ഒരു ഇംപ്രഷൻ കൺസ്യൂമേഴ്സിന്റെ ഉള്ളില് എന്തിലൂടെ? ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പ്രൈസിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. Then the next one എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ആണ്. അതായത് പ്രൈസിനകത്തൂടെ നമുക്ക് സെയിൽസ് ക്വാണ്ടിറ്റീസിനകത്ത് വേരിയേഷൻ വരുത്താനായിട്ട് സാധിക്കും. അതായത് മാർക്കറ്റിൽ കൂടുതൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉള്ള സാഹചര്യത്തിൽ പ്രൈസ് കൂട്ടിയാൽ നോർമലി ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറവുള്ള സാഹചര്യത്തിൽ പ്രൈസ് കുറച്ചാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ് ഈസ് ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ. കോമ്പറ്റീറ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക. കോമ്പറ്റീറ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്ത് നിന്ന് തങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു എക്സിസ്റ്റൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ഒരു എലിമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇമേജ്. ഒരു പ്രോഡക്റ്റിന്
മാർക്കറ്റിൽ ഒരു സ്പെസിഫിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തും പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ഒരു ഫാക്ടർ ആണ്. സോ ഈ പറയുന്നതായ 5 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്തിനെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയുടെ മാർക്കറ്റ് ഇമേജിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ഒരു ഫാക്ടർ ആണ് എന്ന്. Then we are discussing about role of pricing in marketing strategy. Okay, പ്രൈസിംഗിന്റെ റോള് ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കകത്ത് പ്രൈസിംഗിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് പ്രോഫിറ്റ്. ആ കമ്പനിക്ക് എത്രമാത്രം പ്രോഫിറ്റ് വേണം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് എന്തിലൂടെയാണ് സാധിക്കുന്നത്? പ്രൈസിംഗിലൂടെയാണ് സാധിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, പ്രോഡക്റ്റിന്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഒന്ന് ഇൻക്രീസ് ചെയ്യിച്ചാൽ അത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് കാരണം ആകും. ഓക്കെ, ദെൻ കോമ്പറ്റേറ്റീവ് വെപ്പൺ. കോമ്പറ്റീറ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പലപ്പോഴും പ്രോഡക്റ്റ് പ്രൈസിങ് വളരെയധികം കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശക്തമായ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നതായ മാർക്കറ്റുകളിൽ തങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല കമ്പനികളും എന്ത് ചെയ്യുന്നു? തങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറച്ച് വിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ, ജിയോയുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അവര് വളരെ ലോ പ്രൈസിൽ തങ്ങളുടെ സർവീസുകൾ അവൈലബിൾ ആക്കിയത് ശക്തമായ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നതായ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ തങ്ങളുടെ വ്യക്തമായ സ്വാധീനം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിമാൻഡ് കൺട്രോൾ. ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ് കൺട്രോൾ ചെയ്യുന്നതിനകത്തും പ്രൈസ് വളരെ ശക്തമായ ഒരു റോള് വഹിക്കുന്നുണ്ട്. പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് മാർക്കറ്റിൽ കൂടുതലാണെങ്കിൽ പ്രൈസ് കൂട്ടി വെച്ചാൽ നമുക്ക് ഡിമാൻഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേസമയം പ്രോഡക്റ്റിന്റെ മാർക്കറ്റിലെ ഡിമാൻഡ് വളരെ കുറവാണെങ്കിൽ പ്രൈസ് നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഡിമാൻഡ് കൂട്ടാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർ. കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എത്രമാത്രമായിരിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നതിനകത്തും പ്രൈസ് വളരെ ശക്തമായ ഒരു റോള് വഹിക്കുന്നുണ്ട്. മാർക്കറ്റ് ഷെയർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റാറ്റസ്. ഒരു കമ്പനിയുടെ പ്രൈസ് ആ കമ്പനിയുടെ മാർക്കറ്റ് സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനകത്ത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അതായത് കമ്പാരിറ്റീവ്ലി ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതായ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അവൈലബിൾ ആക്കുന്നതായ കമ്പനികൾക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായ കമ്പനികൾ എന്നുള്ളതായ ഒരു ഇമേജ് ആണ് അവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണോ കമ്പനിയുടെ, അതോ ലോ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണോ കമ്പനിയുടേത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കൺസെപ്റ്റ് സൊസൈറ്റിയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് എന്ത് കാരണമാകുന്നുണ്ട്? ആ കമ്പനിയുടെ പ്രൈസിങ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന് അത് ചാർജ് ചെയ്യുന്നതായ പ്രൈസ് കാരണം ആകുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ്. ഓക്കെ, പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു യുണീക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായ ആക്ടിവിറ്റി ആണ് എന്ത് എന്ന് പറയുന്നത്? പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവിടെ ആ ഷോപ്പ് വളരെ റീസണബിൾ ആയിട്ടുള്ളതായ ഒരു പ്രൈസിൽ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആകുന്ന ഷോപ്പാണ്. ഈ ഷോപ്പില് വളരെ പ്രൈസ് കൂടുതലാണ്. സോ ഇവിടെ ആ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ഇമേജ് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതുപോലെ തന്നെ
ഇന്ന പ്രോഡക്റ്റിന് വളരെ വില കൂടുതലാണ്, എന്നാൽ ഇന്ന കമ്പനിയുടെ ഇന്ന പ്രോഡക്റ്റിന് കമ്പാരിറ്റീവ്ലി ഒരു നോമിനൽ റേറ്റ് അവർ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സോ അപ്പം ഒരു പ്രോഡക്റ്റിന് കൺസ്യൂമേഴ്സിന്റെ മനസ്സിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്ത് കാരണമാകുന്നു? പ്രൈസിങ് കാരണം ആകുന്നു. Then the last role or the next role performed by pricing is modification of sales volume. അതായത് സെയിൽസ് വോളിയം എത്രയായിരിക്കണം? ഓക്കെ, അതായത് പ്രോഡക്റ്റിന്റെ സെയിൽസ് വോളിയം എത്രയായിരിക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നതിനകത്തും, ഇത് നമ്മൾ ഡിമാൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞതിനകത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതായ ഒരു ഭാഗമാണ് മോഡിഫിക്കേഷൻ ഓഫ് സെയിൽസ് വോളിയം എന്ന് പറയുന്നത്. സെയിൽസ് വോളിയം കൂട്ടേണ്ട സാഹചര്യത്തിൽ നമുക്ക് പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറച്ച് വെച്ചാൽ നോർമലി മാർക്കറ്റിലെ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ സെയിൽസ് വോളിയം കൂടും. സെയിൽസ് വോളിയം കുറയ്ക്കേണ്ടതായ സാഹചര്യത്തിൽ പ്രൈസ് കൂട്ടി വെച്ചാൽ മാർക്കറ്റിലെ ഡിമാൻഡ് കുറയും, നോർമലി സെയിൽസ് വോളിയം കുറയുകയും ചെയ്യും. So these are the main roles performed by price of a product or pricing activity carried out by the firm in the marketing strategy. Then we are discussing about the different factors affecting pricing. Pricing ne affect ചെയ്യുന്നതായ ഫാക്ടേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഉള്ളിൽ നിന്നുള്ളതായ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. ആ ഫേമിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓക്കെ, അതായത് അവര് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായ എമൗണ്ടിന് എത്രമാത്രം റിട്ടേൺ ആണ് അവർ പ്രതീക്ഷിക്കുന്നത്, എത്രമാത്രം സെയിൽസ് വോളിയം ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് തുടങ്ങിയതായ കാര്യങ്ങൾ. ഓക്കെ, ആ ഫേമിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് എന്നുള്ളത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നതായ കമ്പനികൾ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ എമൗണ്ട് പ്രതീക്ഷിക്കുന്നതായ കമ്പനികൾ നോർമലി പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂട്ടിവെക്കും. സെയിൽസ് വോളിയം കൂട്ടണം എന്നുദ്ദേശിക്കുന്നതായ കമ്പനികൾ നോർമലി തങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഒരു നോമിനൽ റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. Then the second internal factor affecting pricing is cost of production. എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്രമാത്രം എമൗണ്ട് ആണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് എന്തിനകത്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിനകത്ത് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് എന്നുള്ളതും പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം 100 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് 90 റുപ്പീസിന് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ 100 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതായ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആ യൂണിറ്റിന് മോർ ദാൻ 100 റുപ്പീസ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ട് വരുന്നു. then the next one എന്ന് പറയുന്നത് പ്രൊമോഷൻ. അതായത് പ്രോഡക്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി മാർക്കറ്റിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി എത്രമാത്രം എഫേർട്ട് കോസ്റ്റ് ഇൻക്ലൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രമാത്രമായിരിക്കും എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എഫേർട്ടും ഹ്യൂജ് എമൗണ്ട് മണിയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറച്ച് വെക്കാനായിട്ട് സാധിക്കത്തില്ല. So these are the main internal factors affecting price of a product. Then the next one എന്ന് പറയുന്നത് external factors. Okay, external factorsനകത്ത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഡിമാൻഡ്. അതായത് മാർക്കറ്റിൽ പ്രോഡക്റ്റിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റിൽ പ്രോഡക്റ്റിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡിമാൻഡ് ഉണ്ട് എങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക്
ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം. എന്നാൽ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ കാര്യമായ ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ demand of the product in the market is a main factor influencing the determination of pricing of a product. Then the next external factor എന്ന് പറയുന്നത് price of the competitors. അതായത് മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ പ്രോഡക്റ്റുകൾക്ക് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോമ്പറ്റീറ്റേഴ്സ് തങ്ങളുടെ പ്രോഡക്റ്റിന് 100 രൂപ ചാർജ് ചെയ്യുന്നതായ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രോഡക്റ്റിന് 150 രൂപ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങില്ല. സോ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ പ്രോഡക്റ്റിന് എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. Then the next factor influencing pricing of a product is distribution. Length of distribution channel എത്രമാത്രമാണ് എന്നുള്ളതും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ഒരു ഫാക്ടർ ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്, അതായത് ഇന്റർമീഡിയറീസ് ഒരുപാട് പേര് ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനകത്ത് ഉണ്ട് എങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നോർമലി പ്രൈസ് കൂടും. അതേസമയം വളരെ ഷോർട്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനോ റീറ്റെയിലർ ഡിസ്ട്രിബ്യൂഷനോ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, then the next one എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിന്റെ സൈസ് എത്രമാത്രമാണ് എന്നുള്ളത് അതും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ജിയോഗ്രഫിക്കലി സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നതായ ഒരു ലൊക്കേഷനിൽ പല സ്ഥലങ്ങളിലായിട്ടുള്ളതായ കസ്റ്റമേഴ്സിനാണ് പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കേണ്ടത് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വരുന്നതായ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിന് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യുന്നതായിട്ട് വരും. എന്നാൽ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരേ സ്ഥലത്ത് ഒന്നിച്ചുകൂടി താമസിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മളുടെ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ സൈസ് ഓഫ് ദ മാർക്കറ്റും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ സൈസ് ഓഫ് ദ മാർക്കറ്റിനകത്ത് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതായ ബെനിഫിറ്റ് നമുക്ക് അവിടെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ ബെനിഫിറ്റ്. ഓക്കെ, അപ്പം കൂടുതൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാം. അതിലൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതേസമയം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കുറവാണെങ്കിൽ നമ്മൾക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന്റെ പ്രൈസും കൂടുതൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതായത് പ്രോഡക്റ്റിന്റെ പ്രസന്റ് സ്റ്റേജ് എന്താണ് എന്നുള്ളത്. അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണോ, ഗ്രോത്ത് സ്റ്റേജിലാണോ, മച്യൂരിറ്റി സ്റ്റേജിലാണോ, ഡിക്ലൈനിങ് സ്റ്റേജിലാണോ പ്രോഡക്റ്റ് നിൽക്കുന്നത് എന്നുള്ളതും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ഫാക്ടർ ആണ്? പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ഫാക്ടർ ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെയും ഗ്രോത്ത് സ്റ്റേജിലെയും മച്യൂരിറ്റി സ്റ്റേജിലെയും ഡിക്ലൈനിങ് സ്റ്റേജിലെയും ഒക്കെ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ മാർക്കറ്റ്.
മാർക്കറ്റിന്റെ എക്കണോമിക് കണ്ടീഷൻ എന്താണ് എന്നുള്ളതും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2014-15-16 അതായത് 2014 തൊട്ട് 2016 വരെയുള്ളതായ കാലഘട്ടത്തിൽ എറണാകുളത്ത് ഉള്ളതായ ഒരു അപ്പാർട്ട്മെന്റിന്, ഒരു നോർമൽ ലെവലിൽ വരുന്നതായ അപ്പാർട്ട്മെന്റിന് ചാർജ് ചെയ്യുന്നതായ, അത് സെയിൽ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്നതായ അത്രയും പ്രൈസ് അറ്റ് പ്രസന്റ് സിറ്റുവേഷനിൽ 2020-21 ടൈമില് കമ്പനികൾ പലതും ചാർജ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? 2014-16 വരെയുള്ളതായ കാലഘട്ടത്തിലെ എക്കണോമിക് കണ്ടീഷൻ അല്ല കേരളത്തിലെ പ്രസന്റ് എക്കണോമിക് കണ്ടീഷൻ. ഓക്കെ, ഇന്ത്യയിലെ എക്കണോമിക് കണ്ടീഷൻസും എൻറ്റയർലി ചേഞ്ച് ആയി പല ഗവൺമെന്റ് പോളിസീസിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഈ പാൻഡമിക്കിന്റെ ഭാഗമായിട്ട് സൊസൈറ്റിയില് സിറ്റിസൺസിന്റെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ട് ഫണ്ട് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റുകൾ സെയിൽ ചെയ്യുന്നതായ പ്രൈസിനകത്ത് വേരിയേഷൻ വന്നു. 2015-16 കാലഘട്ടങ്ങളിൽ 80 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതായ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ നമുക്ക് ഏകദേശം 60-65 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് അപ്പാർട്ട്മെന്റിന്റെ കേസിൽ മാത്രമല്ല, മറ്റ് പ്രോഡക്റ്റുകളുടെ കേസിലും ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? അവിടുത്തെ പ്രോഡക്റ്റുകളുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് റെഗുലേഷൻസ്. ഓരോ രാജ്യത്തെയും ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ആ രാജ്യത്തെ ഓരോ പ്രോഡക്റ്റുകളുടെയും പ്രൈസ് ഫിക്സിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റുകൾ പലപ്പോഴും പലതരത്തിലുള്ളതായ റൂൾസും പ്രൈസ് ഫിക്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്ലോർ പ്രൈസ്, സീലിംഗ് പ്രൈസ് ഒക്കെ പല പ്രോഡക്റ്റുകളുടെയും കേസിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യും. സോ ഇങ്ങനെ ഗവൺമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ളതായ ഫ്ലോർ പ്രൈസിനും സീലിംഗ് പ്രൈസിനും ഇടയ്ക്കുള്ളതായ ഒരു പ്രൈസിൽ മാത്രമേ കമ്പനികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? തങ്ങളുടെ പ്രോഡക്റ്റുകളുടെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇങ്ങനെയുള്ളതായ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലപ്പോഴും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ സെവറൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിംഗ് ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തെല്ലാം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. Then we are discussing about the pricing process. Okay, അതായത് നമ്മൾ പറഞ്ഞു പ്രൈസിംഗ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടതായ ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ഒരു ആക്ടിവിറ്റി ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നോർമൽ ആക്ടിവിറ്റി അല്ല. ഇറ്റ് ഷുഡ് ബി carried out in a scientific way or in a systematic way. So different steps should be carried out by the organization for fixing the price of the product. We can classify the steps into 8 stages. First one is understanding the organizational objective. അതായത് ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് പ്രൈസിംഗ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് പെട്ടെന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണോ, അതോ സെയിൽസ് വോളിയം കൂട്ടുക എന്നുള്ളതാണോ? എന്താണ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചായിരിക്കണം പ്രൈസിംഗിന്റെ ബാക്കി ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ the team identify what should be the organizational objective. After that they go for selecting the pricing objective. Okay, selecting the pricing objective നാണ് ഫേമുകൾ ഫോക്കസ് ചെയ്യുന്നത് സർവൈവ് ചെയ്യണോ, അതോ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ, അതോ
ബെറ്റർ മാർക്കറ്റ് ഷെയർ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണോ, അതോ മാർക്കറ്റ് ലീഡർഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണോ ഈ പ്രൈസിങ്ങിലൂടെ കമ്പനി അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിലൂടെ കമ്പനി അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സർവൈവൽ ആണ് മാർക്കറ്റിൽ, ആ പ്രോഡക്റ്റിന്റെ എക്സിസ്റ്റൻസ് ആണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, മാർക്കറ്റിലെ മാർക്കറ്റ് ഷെയർ കൂട്ടുക എന്നുള്ളതാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മാർക്കറ്റ് ലീഡർ ആകുക എന്നുള്ളതാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്കറ്റ് ഷെയറിനകത്ത് പറഞ്ഞായിരുന്നു, ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ളതായ കമ്പനികളുടെ ടോട്ടൽ ഷെയറിനകത്ത്, ടോട്ടൽ ഷെയർ ഓഫ് സെയിൽസിനകത്ത് തങ്ങളുടെ കമ്പനിയുടെ സെയിൽസ് പെർസെന്റേജ് എത്രയാണോ അതിനെയാണ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളതായ കമ്പനിയെ ആണ് എന്ത് എന്ന് പറയുന്നത്, ആ ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ലീഡർ എന്ന് പറയുന്നത്. സോ ഈ മാർക്കറ്റ് ലീഡർഷിപ്പിലേക്ക് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണോ എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിട്ട് സെലക്ട് ചെയ്യുക. ഇതിൽ ഏത് പർപ്പസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം പ്രൈസ് ഫിക്സ് ചെയ്യാൻ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രൈസിംഗിന്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. Then the third step എന്ന് പറയുന്നത് determining the demand. അതായത് മാർക്കറ്റിലെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എത്രമാത്രമാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൈസിംഗ് പ്രോസസ്സിന്റെ തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, ഡിമാൻഡ് കൂടുതലാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാം. ഡിമാൻഡ് കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ഡിമാൻഡ് മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൈസിംഗിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. Then the fourth സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ്. അതായത് ആ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രമാത്രം വരും, അതുപോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം എക്സ്പെൻസ് വരും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടി വരുന്നതിനേക്കാൾ കൂടിയ ഒരു എമൗണ്ട് നമുക്ക് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചേ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ കോസ്റ്റ് 80 rupees വരും, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് 20 rupees വരും എന്ന് വിചാരിക്കാം. സോ ടോട്ടൽ കോസ്റ്റ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നതിന് വരുന്നതായ ടോട്ടൽ കോസ്റ്റ് 100 rupees ആയി കഴിഞ്ഞു. സോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ 100 rupeesന് മുകളിലുള്ളതായ ഒരു പ്രൈസ് ആ പ്രോഡക്റ്റിന് ഫിക്സ് ചെയ്തേ സാധിക്കത്തുള്ളൂ. സോ ആ ഒരു എസ്റ്റിമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ആ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ടോട്ടലി എത്ര വരും എന്നുള്ളത് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അനലൈസിംഗ് ദ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. കോമ്പറ്റീറ്റേഴ്സ് അവരുടെ പ്രോഡക്റ്റിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട്, പ്രൈസിംഗിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസിനെ അനുസരിച്ച് വേണം ഓരോ കമ്പനികളും തങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കാനായിട്ട്. കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റിനേക്കാൾ ബെറ്റർ ഫീച്ചേഴ്സും ക്വാളിറ്റിയും ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടേതെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പ്രോഡക്റ്റിന് കൂടിയ പ്രൈസ് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റിന് ഉള്ളത്രയും ക്വാളിറ്റിയും സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഇല്ലാത്തതാണ് നമ്മളുടെ പ്രോഡക്റ്റ് എങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റിന് നോർമലി ഒരു കുറഞ്ഞ പ്രൈസ് ആയിരിക്കണം. കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റുകൾക്ക് അവർ ചാർജ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് ആയിരിക്കണം ചാർജ് ചെയ്യേണ്ടത്. കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് നമ്മളുടെ പ്രോഡക്റ്റും സെയിം ആണ് എന്ന് വിചാരിക്കുക. ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും സ്പെസിഫിക്കേഷൻസിന്റെ കാര്യത്തിലും സെയിം ആണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ചാർജ് ചെയ്യുന്നതായ പ്രൈസ് തന്നെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് എന്താണ്, ആ പ്രോഡക്റ്റിന് അവര് എത്ര രൂപയാണ് പ്രൈസ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൈസിംഗ് പ്രോസസ്സിന്റെ ഫിഫ്ത്ത് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. Then the sixth step എന്ന് പറയുന്നത്
choosing a suitable pricing method. Different pricing methods available ആണ് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ച്. അതിനെക്കുറിച്ച് ഉള്ളതായ വീഡിയോ നമുക്ക് അടുത്ത സെക്ഷനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് പ്രധാനമായിട്ടും 4 മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ആണ് ഉള്ളത്. കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിംഗ്, വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ്, ഡിമാൻഡ് ഓറിയന്റഡ് പ്രൈസിംഗ്, കോമ്പറ്റീഷൻ ഓറിയന്റഡ് പ്രൈസിംഗ്. സോ ഇതിനകത്ത് ഏത് പ്രൈസിംഗ് മെത്തേഡ് ആണ്, ഈ 4 പ്രൈസിംഗ് മെത്തേഡുകൾക്കകത്ത് ഏത് പ്രൈസിംഗ് മെത്തേഡ് ആണ് നമ്മളുടെ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് 6th സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. Then the 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അഡോപ്റ്റ് ചെയ്തതായ പ്രൈസിംഗ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നു. അതായത് ഇത്ര രൂപയായിരിക്കും പ്രോഡക്റ്റിന്റെ മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്നതായ റേറ്റ് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്നതായ റേറ്റ് എന്നുള്ളത് നിശ്ചയിക്കുന്നു. അതിനെയാണ് നമ്മൾ 7th സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്, സെറ്റിംഗ് ദ ഫൈനൽ പ്രൈസ്. Then the last one എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ദ പ്രൈസ്. അതായത് ഓരോ കമ്പനിയും തങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു സ്പെസിഫിക് പ്രൈസ് നിശ്ചയിച്ച് മാർക്കറ്റിലേക്ക് ആ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസിംഗ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിലൂടെ കമ്പനി എന്ത് ഒബ്ജക്റ്റീവ് ആണോ അറ്റൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, അതായത് എന്ത് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് ആണോ കമ്പനി അതിലൂടെ അറ്റൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, ആ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന രീതിയിൽ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും അറ്റൈൻ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് അറ്റൈൻ ചെയ്യപ്പെടാത്തത്, പ്രൈസ് കുറഞ്ഞു പോയത് കൊണ്ടാണോ അതോ പ്രൈസ് കൂടിപ്പോയത് കൊണ്ടാണോ എന്നുള്ളത് കമ്പനി മനസ്സിലാക്കുകയും അതിനെ റെക്ടിഫൈ ചെയ്യുന്നതിന് ആവശ്യമായ കറക്റ്റീവ് മെഷേഴ്സ് ടേക്ക് ഓൺ ചെയ്യുകയും ചെയ്യും. സോ അതിനു വേണ്ടിയിട്ട് പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് ഡിസൈഡ് ചെയ്ത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തൊട്ട് കമ്പനി ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് സ്യൂട്ടബിൾ ആണോ, പ്രൈസിംഗ് ഒബ്ജക്റ്റീവും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും അറ്റൈൻ ചെയ്യുന്നതിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തു തുടങ്ങുകയും ഇവാലുവേഷന്റെ റിസൾട്ടിനനുസരിച്ച് കറക്റ്റീവ് ആക്ഷൻസ് നെസസറി എങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുകയും ചെയ്യും. So these are the several steps carried out by a firm in its pricing process. Thank you.